ഡോ, താൻ എന്തായി കാണിക്കുന്നത്? കാറിനകത്തിരുന്നാണോ സ്മോക്കിംഗ്? യൂസ്ലെസ്. സോറി മാഡം, പണ്ട് മുതലേ ചുണ്ടി തിരികെ വെച്ചിട്ടുള്ള ശീലാണ്. അത് ഉപേക്ഷിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഈ ഒരു ദുശീലം കാരണം ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ ചീത്തയും കേട്ടിട്ടുണ്ട്. സോറി മാഡം. അല്ല, നിങ്ങൾ ഈ 10-15 വർഷമായിട്ട് ഇതുവരെ നാട്ടിലേക്ക് വന്നിട്ടില്ല? ഇല്ല. 10-15 വർഷമൊക്കെ സ്വന്തം നാട്ടിലേക്ക് വരാതെ നമ്മളെ കൊണ്ടൊന്നും നടക്കൂലപ്പാ. മേഡം, ഈ ജർമ്മനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിറ്റ്ലറിൻ്റെ നാടല്ലേ? ഈ ബർലിൻ മതിലിനൊക്കെ പറ്റിയിട്ട് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജർമ്മനി അത് വേറെ ലെവലല്ലേ മേഡം? ഇതെന്തപ്പത്? ഞാൻ റേഡിയോ നമ്മൾ കുറേ നേരമായി യാത്ര തുടങ്ങിയിട്ട്. എവിടേക്കാ പോകണ്ടെന്ന് മേഡം ഇതുവരെ പറഞ്ഞില്ല. അത് തന്നെയാണോ ഞാനും അന്വേഷിക്കുന്നത്. അല്ല, നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് തന്നെയല്ലേ? അല്ലാതെ ഊളാമ്പാറന്നൊന്നല്ലല്ലോ? നിങ്ങൾ ആളെ കളിയാക്കാതെ എവിടേക്കാ പോകണ്ടേന്ന് പറയും. താൻ വണ്ടി എടുക്കടോ. ഓരോരോ വല. ഒരു മിനിറ്റ് കേട്ടാ, ഒരു മിനിറ്റ്. ആ ദാസേട്ടാ, ഞാൻ 2 ദിവസത്തിന് ഫ്രീ അല്ലാന്ന്. ഒരു മലയാളി മദാമ വന്ന് ചാടിയിട്ടുണ്ട്. എവിടേക്കാ പോകേണ്ടിയെന്നവർക്കൊരു തിക്കും തിരിയടല്ലാത്ത ടീമാണ്. നിങ്ങളൊരു കാര്യം ചെയ്തോളി, നമ്മളെ ബഷീറിനെ വിളിച്ചോളി. ഓ ഫ്രീ ആവാൻ സാധ്യത ഉണ്ട്. ആയിക്കോട്ടെ, ശരി എന്നാ. പോവാ. എടോ, ആ ഇവിടെ നിയറസ്റ്റ് ബീച്ച് ഏതാ? അത് നമുക്ക് ഗൂഗിൾ അമ്മച്ചിനോട് ചോദിക്കാം. അല്ല മേഡം, ഇക്കരേന്ന് അക്കരയൊക്കെ നോക്കി ഇനി ഏത് കരയൊക്കെ പോകേണ്ടതെന്ന് കടലമ്മനോട് ചോദിക്കാൻ വന്നാണ്. ഇതേ നിങ്ങളെ ജർമ്മനിയിലെ സായിപ്പ് കൊള്ളണ വെയിലല്ല. ഇത് കൊണ്ടുണ്ടെങ്കിലേ കരിഞ്ഞ് മനുഷ്യ അൽഫാമായി പോവും. ഇത് പിടിക്കും വേണ്ടേ? സോറി. ഇത് കൊല്ലാപ്പാണ്.